ധനമന്ത്രി കെ.എം. മാണിക്കെതിരായ കോഴ ആരോപണം സംബന്ധിച്ച അന്വേഷണത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പ്രാഥമിക അന്വേഷണം നീണ്ടുപോകുന്നതിന്റെ കാരണമെന്തെന്ന് സർക്കാർ അറിയിക്കണം. എന്തെങ്കിലും പ്രത്യേക പരിഗണന ഈ കേസ് അന്വേഷണത്തിന് നൽകുന്നുണ്ടോ എന്നും സർക്കാർ വ്യക്തമാക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദമായ മറുപടി സമർപ്പിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. കെ.എം. മാണിക്കെതിരായ കോഴ ആരോപണം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വി.എസ്. സുനിൽകുമാർ എം.എൽ.എ ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ അനാവശ്യമായി കൂടുതൽ സമയം ചെലവഴിക്കുകയാണെന്ന് സുനിൽകുമാറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. വിജിലൻസ് ഓഫീസുകൾ പോലീസ് സ്റ്റേഷനുകൾ പോലെ കണക്കാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഈ കേസിൽ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും സുനിൽകുമാറിന്റെ അഭിഭാഷകൻ വാദിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികളിന്മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ വിജിലൻസ് ഓഫീസുകളിൽ പരാതി ലഭിച്ചാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ചട്ടമെന്നും സുനിൽകുമാറിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. ഈ ഘട്ടത്തിൽ ഇടപെട്ട കോടതി സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ആരാഞ്ഞു. ചില ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് എ.എം. ഷഫീഖും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അഡ്വക്കേറ്റ് ജനറലിനോട് പറഞ്ഞു. പ്രാഥമിക അന്വേഷണം അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നീണ്ടുപോകാൻ കാരണം എന്താണ്? എന്തെങ്കിലും പ്രത്യേക പരിഗണന ഈ കേസിൽ നൽകുന്നുണ്ടോ? വിജിലൻസ് ഓഫീസുകൾ പോലീസ് സ്റ്റേഷനുകൾ പോലെ കണക്കാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഈ കേസിൽ ബാധകമായിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് മതിയായ വിശദീകരണം ലഭിക്കേണ്ടതുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. സത്യവാങ്മൂലം സമർപ്പിക്കുകയോ വിശദീകരണ പത്രിക നൽകുകയോ വേണം. കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കെ.പി. ദണ്ഡപാണി വിശദമായ പത്രിക സമർപ്പിക്കാൻ സമയം ആവശ്യമാണെന്ന് കോടതി അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഡിസംബർ 2-ന് ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. ഇന്നലെയാണ് പ്രാഥമിക അന്വേഷണം സംബന്ധിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് ഹൈക്കോടതിക്ക് കൈമാറിയത്. റിപ്പോർട്ടർ, കൊച്ചി.